വെൽക്കം ബാക്ക്. വേണോ നമുക്കൊരു തുരങ്കപാത എന്നുള്ളതാണ് ചോദ്യം. തുരങ്കപാത വേണം എന്നുള്ളതിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരം ഞാനല്ല പറയുന്നത്. ഇപ്പോഴത്തെ PWD മന്ത്രി ബഷീർ പറഞ്ഞിരിക്കുന്ന PK ബഷീർ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി വായിച്ചുകൊണ്ട് തുടങ്ങാം. PK ബഷീർ ശ്രീ A പ്രഭാകരൻ്റെ മലമ്പുഴ MLA ചോദ്യത്തിന് ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പുരോഗതിയിൽ ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിന് ഇപ്പോഴത്തെ PWD മിനിസ്റ്റർ, അതായത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ 29/6/2026 അതായത് ഇക്കഴിഞ്ഞ ജൂൺ മാസം 29-ാം തീയതി നിയമസഭയിൽ കൊടുത്ത ഉത്തരം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം എന്ന് PK ബഷീർ പറയുന്നു. അതായത് UDF സർക്കാരാണ്, UDF സർക്കാരിൻ്റെ PWD മിനിസ്റ്റർ പറയുന്നത് കേൾക്കൂ. 1, യാത്രാസമയം 1.5 മണിക്കൂറും ദൂരം 22 കിലോമീറ്ററും കുറയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രയോജനം. 1. 2, കാലാവസ്ഥ അതിജീവന ശേഷിയുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റി ലഭ്യമാകും എന്നുള്ളതാണ് തുരങ്കപാതയെക്കുറിച്ച് UDF സർക്കാരിൻ്റെ PWD മിനിസ്റ്റർ. വയനാട്ടിലെ താമസക്കാർക്ക് വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കും പറയുന്നത് PWD മിനിസ്റ്റർ PK ബഷീർ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ സമീപ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചരക്കുകളും നിർമ്മാണ ഉപകരണങ്ങളും കുറഞ്ഞ ചിലവിൽ എത്തിക്കാം പറയുന്നത് ആരാണ്? UDF സർക്കാരിൻ്റെ PWD മിനിസ്റ്റർ. തിരക്കേറിയ താമരശ്ശേരി ചുരം റോഡിന് ബദൽ മാർഗം നൽകുന്നു. വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനും ഉത്തേജനം. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. നോക്കൂ, എവിടെ വരെ പോയിട്ടുണ്ടെന്ന് നോക്കണം. ഒരു തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ഗുണത്തെക്കുറിച്ച് VD സതീശൻ മന്ത്രിസഭയിലെ PWD മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളിലൂടെയുള്ള യാത്ര, സുരക്ഷിതമായ യാത്രയ്ക്കായി വെന്റിലേഷൻ, അഗ്നിശമന യൂണിറ്റുകൾ, CCTV നിരീക്ഷണം എന്നിവ ഉൾപ്പെടുന്നു. വേഗത്തിലുള്ള ചരക്ക് നീക്കം, സമീപസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോജിസ്റ്റിക്സ്, ഗതാഗത കാര്യക്ഷമത ഇവ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ പദ്ധതി പുരോഗമിക്കുന്നത്? 29-ാം തീയതിയാണെന്ന് ഓർമ്മിക്കണം. ഈ അപകടം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് PWD മിനിസ്റ്റർ കൊടുത്തിരിക്കുന്ന മറുപടി ഇതാണ്. PWD മിനിസ്റ്റർ പറയുന്നു, നിലവിൽ ഭൂഗർഭ ടണലിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. എല്ലാ പദ്ധതികളും സമയബന്ധിതമായി തന്നെ പൂർത്തിയാകുന്നു. മാത്രമല്ല, പദ്ധതി സമയബന്ധിതമായും സുഗമമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് PWD മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് UDF സർക്കാരിൻ്റെ VD സതീശൻ്റെ മന്ത്രിസഭയിലെ PWD മിനിസ്റ്ററാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഈ പദ്ധതിയെക്കുറിച്ച് പദ്ധതി വേണോ വേണ്ടോ എന്ന ചോദ്യത്തിന് ഇതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ നിയമസഭയിൽ കൊടുത്തിരിക്കുന്ന മറുപടി. ആ മറുപടി കേൾക്കണമല്ലോ. ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം ആഴത്തിലുള്ള പഠനം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. 2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, ഇതിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് നിങ്ങളെല്ലാവരും സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്കധികം കടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി നമ്മുടെ മുന്നിൽ ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ മാസം 14-ാം തീയതി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഒപ്പം ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഉപകമ്പനിയായ അഥവാ ഇത് ഉപകരാർ കൊടുത്തിരിക്കുന്ന DBL എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. അത് ആ കമ്പനി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ സുനിലും നേരത്തെ സ്മൃതിയും ഒപ്പം ആൻറ്റോ വക്കേഷനും പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഷോർട്ട് ക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് അവിടെ വെള്ളത്തിൻ്റെ മർദ്ദം എത്രയാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയാതിരിക്കുകയും ആ വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാനാവാതെ ആ കോൺക്രീറ്റ് സ്ട്രക്ചർ അടക്കം ഇളകിപ്പോരുകയും ചെയ്തത്. സോയിൽ നൈലിംഗ് ആണ് അവിടെ നടന്നിരുന്നത്. സോയിൽ നൈലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു ഗ്രൗട്ട് വെച്ച് ഒരു പെയിൻ്റ് അടിച്ച് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോക്ക് പോലുള്ളൊരു സാധനത്തിലുള്ളൊരു പൈപ്പിലൂടെ അടിച്ചവിടെ വയ്ക്കുക മാത്രമാണ് ചെയ്യുക. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും അവിടെ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, 221 മില്ലിമീറ്റർ മഴ പെയ്ത സ്ഥലത്താണ് ഈ ഗ്രൗട്ട് വെച്ച് ഈ കോൺക്രീറ്റ് ഷോർട്ട് ക്രീറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ മർദ്ദത്തെ തടയാമെന്ന് കരുതിയത്. അത് പാടില്ല എന്ന് പറഞ്ഞതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ചുരുങ്ങിയ പക്ഷം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ റോക്ക് നെയിലിംഗ് നടത്തിയതിനു ശേഷം അവിടേക്ക് വെള്ളം പോകാനുള്ള ഡക്റ്റ് വഴി ഒരു വീപ്പ് ഹോളുകളെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും തന്നെ കഴിഞ്ഞ ജൂൺ മാസം 14-ാം തീയതിക്ക് ശേഷം അവിടെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ വലിയ വീഴ്ച ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ വലിയ വീഴ്ച നടന്നിരിക്കുന്നതാവട്ടെ PWD തന്നെ സ്പെഷ്യൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയാണ് ഈ പദ്ധതിയെക്കുറിച്ച് 2021
25-ഓളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ കാര്യമായി കമ്പനി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ വീഴ്ചയുണ്ട്. ഒന്ന്, നേരത്തെ സുനിൽ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ഉപാധികൾ. സുപ്രീം കോടതിയിൽ ഈ ഉത്തരവ് വരുന്ന സമയത്ത്, ഈ DPR വരുന്ന സമയത്തുണ്ടായിരുന്ന 60 പ്രധാനപ്പെട്ട ഭേദഗതികൾ, അതിനുശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ കാര്യമായി ഗൗരവത്തിലെടുത്തില്ല കമ്പനി എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനെ ഗൗരവത്തിൽ കാണാൻ നോക്കുന്നത് ഇതിനോടുള്ള സ്റ്റേറ്റിൻ്റെ റെസ്പോൺസ്, അധികാരികളുടെ റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, അങ്ങേയറ്റത്തെ ഏകോപനമില്ലായ്മയുണ്ടായിരുന്നു. രണ്ട്, അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ പ്രതികരണമാണ് വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നുണ്ടായത്. അതിൽ ആദ്യത്തെ പ്രതികരണം വന്നത് അവിടുത്തെ മന്ത്രിയായ സിദ്ദിഖിൽ നിന്നാണ്. സിദ്ദിഖാണ് ആദ്യമായ പ്രയോഗം നടത്തുന്നത്. ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, ഇതൊരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്നുള്ള പ്രതികരണം നടത്തുന്നത്. നോക്കൂ, ഇന്ന് ജിയോളജിക്കൽ എക്സ്പേർട്ട് പറയുന്നു അത് മനുഷ്യനിർമ്മിതമായ ദുരന്തം മാത്രമല്ല, അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത് വനഭൂമിയിലാണ്. വനഭൂമിയിലുണ്ടായ ആ ലാൻഡ് സ്ലൈഡ് പകുതി നാച്ചുറലാണ്, പകുതി ആന്ത്രപ്പോജനിക്കാണ്. എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനിർമ്മിതവും പകുതി പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ പഠനം വരുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് അതിനെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങേറ്റം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമായിരുന്നു. അതുണ്ടാവാൻ പാടില്ല. ദുരന്തമുഖത്ത് ഇങ്ങനെയല്ല ബന്ധപ്പെട്ട അതോറിറ്റി സംസാരിക്കേണ്ടത്. കാര്യങ്ങളെ ശാസ്ത്രീയമായി പഠിച്ച്, അവർ എക്സ്പെർട്ടുകളല്ല, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. മുഖ്യമന്ത്രി അതിനുശേഷം ഒരു പടി കൂടി കടന്ന് പറയുകയാണ് അവിടെ മണ്ണ് നീക്കം ചെയ്യാൻ 20-ാം തീയതി കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ശരിയാണ്. പക്ഷേ സാർ, അതേ കളക്ടർ കൊടുത്ത ഉത്തരവിനെ 25-ാം തീയതി പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ തള്ളിക്കളയുന്നുണ്ട്. അന്ന് കളക്ടർ പറഞ്ഞതിനെ അല്ല പിന്നീട് പൊതുമരാമത്ത് സെക്രട്ടറി പറയുന്നത്. ആ മണ്ണ് അപ്പോൾ നീക്കം ചെയ്തത് കുഴപ്പമാവും എന്നാണ് പൊതുമരാമത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് 25-ാം തീയതി വന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും അതിനുശേഷം വന്ന് നടത്തിയ പ്രതികരണവും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നിങ്ങൾ കാരണത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ കാരണം കണ്ടെത്തേണ്ട ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല, ഒരു ജിയോളജിക്കൽ സ്റ്റഡി നടന്നിട്ടില്ല, അവിടെ ഹൈഡ്രോളജിക്കൽ സ്റ്റഡി നടന്നിട്ടില്ല, ഒരു തരത്തിലും അതിനൊരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടന്നിട്ടില്ല. ആ സമയത്ത് ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ വന്നിട്ടില്ല. അതിനു മുമ്പ് നടത്തിയ പ്രതികരണം നിരുത്തരവാദപരമാണ്. ഇപ്പോൾ എന്താ തെളിഞ്ഞിരിക്കുന്നത്? നമ്മളുടെ നേരിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് AP അനിൽകുമാർ പറഞ്ഞു അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണല്ല ഈ ദുരന്തത്തിന് കാരണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതോ, ആദ്യം അവിടുത്തെ വകുപ്പ് മന്ത്രി പറഞ്ഞതോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ദുരന്തമുഖത്ത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ദയനീയമായ ചിത്രമായി പോയി നിർഭാഗ്യവശാൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ഏകോപനമില്ലായ്മ തന്നെയാണ്. ഇതാരാണ് മേൽനോട്ടം വഹിക്കേണ്ടത്? PWD മിനിസ്റ്റർ പറയുകയാണ് PWDക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. നോക്കൂ, PWDയുടെ കൽപ്പറ്റയിലെ സബ് റോഡ് ഡിവിഷനെയാണ് കോഴിക്കോട് PWD ഡിവിഷൻ ഈ പണിയുടെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് PWD സെക്രട്ടറിക്ക് ഇത് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ കഴിയാതെ പോയത്? നോക്കൂ, നാളെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നാളെ വെച്ചിരിക്കുന്ന മീറ്റിംഗ് എന്തിനാണെന്നറിയാമോ? അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എങ്ങോട്ട് നീക്കം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഈ ഉദ്യോഗസ്ഥർ എന്തിനാണെന്നറിയാമോ അന്ന് അവിടെ പോയത്? ഈ മണ്ണ് എങ്ങനെ നീക്കം ചെയ്യണമെന്നും എങ്ങോട്ട് കൊണ്ടുപോകണമെന്നും ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള റിവ്യൂ എടുക്കാൻ പോയ ഉദ്യോഗസ്ഥരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. PWDക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? PWDക്കാണ് സാർ ഇതിൻ്റെ മേൽനോട്ട ചുമതല. ഈ നാളിതുവരെ ഈ സർക്കാർ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മന്ത്രി, ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഈ പറയുന്ന ആനക്കാംപൊയിൽ കക്കാടം, ഈ പറയുന്ന കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതിനിധി പോയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ പോയിട്ടില്ല. ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് ചൂരൽമല പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഞാനത് കണ്ടു എന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്? അപ്പോൾ അത് ടണലിൻ്റെ ഒരു മുഖമാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്നാണ് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രിക്കാണ് ചുമതല. ഏത് ചുമതല? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതല. അവിടെ അത്രയും വലിയൊരു സ്ട്രക്ചർ നടക്കുന്ന കാര്യം റവന്യൂ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലത്രേ. അതിനുശേഷം അവിടുത്തെ മന്ത്രി T സിദ്ദിഖ് ഈ സമയത്ത് അവിടെ സൂപ്പർവിഷൻ നടത്തിയിട്ടുണ്ടോ? PWD മിനിസ്റ്റർ, PWD സെക്രട്ടറി ഈ പറയുന്ന സ്ഥലത്ത് പോയി ഒരു ഏതെങ്കിലും തരത്തിലുള്ള മേൽനോട്ടം നടത്തിയിട്ടുണ്ടോ? ഒരു ജനപ്രതിനിധിയും ആ സൈറ്റിലേക്ക് പോയിട്ടില്ല ഈ അപകടം നടക്കുന്നത് വരെ. അവിടെയാണ് ഗുരുതരമായ ഏകോപന പിഴവുണ്ടായിരിക്കുന്നത്. കളക്ടർ പറയുന്നു മണ്ണെടുത്തു മാറ്റണം.
പൊതുമരാമത്ത് സെക്രട്ടറി PWD സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്പനി പ്രതിനിധികൾ പറയുന്നു മണ്ണെടുത്ത് മാറ്റിയാൽ വയ്ക്കാൻ സ്ഥലം തരണം, അതുകൊണ്ട് ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. പൊതുമരാമത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തീരുമാനമാവുന്നു ഇപ്പോൾ മണ്ണ് അവിടെ കിടക്കട്ടെ. കളക്ടർ പറയുന്നു എടുത്തു മാറ്റാൻ, പൊതുമരാമത്ത് സെക്രട്ടറി പറയുന്നു എടുത്തു മാറ്റണ്ട. മണ്ണല്ല കാരണമെങ്കിൽ കൂടി എങ്ങനെയാണ് അവിടെ ഏകോപനമില്ലാതിരുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. നോക്കൂ, ഈ ദുരന്തം ഇത്രയും പേരിൽ അവസാനിച്ചു. ഇത് നിർമ്മാണ പ്രവർത്തനം നോക്കൂ, 800-900 പേര് പണിയെടുക്കുന്ന സൈറ്റാ. ആ സൈറ്റിൽ എന്ത് സേഫ്റ്റി മെഷർ ഉണ്ടായിരുന്നു? ഒരു സേഫ്റ്റി മെഷറും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രാഥമിക എയ്ഡ് സംവിധാനം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും നോക്കാതിരിക്കുന്നത് നിലവിലുള്ള സംവിധാനം അവിടെ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഏകോപനം ഉണ്ടായിരുന്നില്ല, നിരുത്തരവാദപരമായ സമീപനം അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന്. ഈ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സൂപ്പർവിഷനും മേൽനോട്ടവും ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ദുരന്തം വന്നു, കിട്ടിപ്പോയി, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവന ഇറക്കിയേക്കാം. അങ്ങനെയല്ല. അവിടെ അതിനെ സാങ്കേതികമായി തന്നെ പരിഹാരം കണ്ടെത്തേണ്ടത് നിങ്ങൾക്കറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം അക്കാര്യം ചെയ്യുക. നോക്കൂ, ഈ പ്രോജക്റ്റ് അവിടെ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വിദഗ്ധരാണ് തീരുമാനിക്കേണ്ടത്. ഞാനോ ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകളോ അതിനകത്ത് എക്സ്പേർട്ടുകളൊന്നുമല്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വനം വകുപ്പ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. പല നിർദ്ദേശങ്ങളും പാലിച്ചിട്ടില്ല കേട്ടോ. DPR വന്നിരിക്കുന്ന 60 ഭേദഗതികളുണ്ട്. അത് വായിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അവിടെയും അത് പലതും നടപ്പാക്കിയിട്ടില്ല. ഇതേ കമ്പനി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡും DBL-ഉം. അതിനുശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ജൂൺ 14 കൊടുത്തത്. അതിനു മുൻപ് ഫെബ്രുവരി 25 കൊടുത്ത ഈ സ്പെഷ്യൽ നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അപ്രൈസൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 25 നിർദ്ദേശങ്ങൾ, അതിലും പലതും പാലിച്ചിട്ടില്ല. ഒന്നു മാത്രം എനിക്കറിയാം, പല നിർദ്ദേശങ്ങളും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇനി ആ മണ്ണിൽ തുരങ്കം സാധ്യമാണോ അല്ലയോ അത് പഠിക്കേണ്ടത് ഹൈഡ്രോളജിക്കൽ ജിയോളജിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി മാത്രം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അത്തരം പഠനങ്ങളിൽ പലതും നടന്നിട്ടില്ല, അഥവാ നടന്നിട്ടുള്ളത് ഭാഗികമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയല്ല ഇത്തരത്തിലുള്ളൊരു തുരങ്കപാതയെ നമ്മൾ വിഭാവനം ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. തുരങ്കപാത വേണോ എന്ന ചോദ്യത്തിന് വയനാടുകാർക്ക് ഒരു പാത വേണം എന്നുള്ള അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. Meet the editors.